എം.ആർ. അജിത് കുമാർ RSS നേതാവ് റാം മാധവനുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. RSS ചിന്തൻ ശിബിരത്തിൽ പങ്കെടുക്കാൻ റാം മാധവ് തിരുവനന്തപുരത്ത് എത്തിയപ്പോഴാണ് അജിത് കുമാർ സന്ദർശിച്ചത്. RSS സമ്പർക്ക് പ്രമുഖ് കൈമനൻ ജയകുമാറാണ് അജിത് കുമാറിനെ കൂട്ടിക്കൊണ്ടുപോയതെന്നാണ് വിവരം. ADGP എം.ആർ. അജിത് കുമാറും RSS നേതാവ് ദത്താത്രേയ ഹൊസബാളയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ച ദുരൂഹമെന്ന് AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. വിഷയത്തിൽ മറുപടി പറയാൻ CPM-നാകുന്നില്ല. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്നും വേണുഗോപാൽ ആവശ്യപ്പെട്ടു. ADGP എം.ആർ. അജിത് കുമാർ RSS നേതാവിനെ കണ്ടതിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നടത്തിയത് ഉണ്ടയില്ലാ വെടിയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. എന്ത് മണ്ടത്തരമാണ് സതീശൻ പറയുന്നതെന്നും സതീശന്റെ തലയ്ക്ക് ഓളമാണെന്നും സതീശൻ ആളുകളെ വിഡ്ഢികളാക്കുകയാണ്. 2023 മെയ് മാസമാണ് ADGPയും RSS നേതാവും കൂടിക്കാഴ്ച നടത്തിയത്. 2024 പൂരവുമായി കൂടിക്കാഴ്ചയ്ക്ക് ബന്ധമില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ബ്രാഞ്ച് സമ്മേളനങ്ങൾക്കിടെ നേതൃത്വത്തെ വലച്ച് CPM-ൽ കൂട്ടരാജി. പ്രാദേശിക വിഷയങ്ങളിലെ പ്രശ്നങ്ങൾ മുതൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയങ്ങളിലെ കാരണങ്ങൾ വരെ രാജിക്ക് കാരണമായുണ്ട്. കായംകുളം, അരൂക്കുറ്റി, ഹരിപ്പാട് എന്നിവിടങ്ങളിലായി രാജിക്കത്ത് നൽകിയവരുടെ എണ്ണം 105 ആലപ്പുഴ കായംകുളം ഏരിയ കമ്മിറ്റിക്ക് കീഴിൽ പുള്ളിക്കണക്ക് ലോക്കൽ കമ്മിറ്റി പരിധിയിൽ ആലമ്മൂട് സൊസൈറ്റി ബ്രാഞ്ചുകളിൽ നിന്നായി 10 പേരാണ് ഇന്നലെ രാജിക്കത്ത് നൽകിയത്. ലൈംഗികാതിക്രമ കേസിൽ മുകേഷിന് മുൻകൂർ ജാമ്യം നൽകിയതിനെതിരെ സർക്കാർ അപ്പീലിനൊരുങ്ങുന്നു. വിഷയത്തിൽ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാമെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ നിയമോപദേശം പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചു. കോടതിയുടെ വിധി പരാതിക്കാരിയെ അവിശ്വസിക്കുന്നതാണെന്നും വർഷങ്ങൾ പഴക്കമുള്ള കേസാണിതെന്നും ചൂണ്ടിക്കാട്ടിയാണ് അപ്പീൽ നൽകുക. എറണാകുളം സെഷൻ കോടതിയാണ് മുകേഷിന് ജാമ്യം അനുവദിച്ചത്. KSRTC ബസ്സിടിച്ച് തകർന്ന ശക്തൻ തമ്പുരാന്റെ പ്രതിമ 2 മാസം കൊണ്ട് പുനർനിർമ്മിക്കുമെന്ന സർക്കാർ ഉറപ്പ് പാലിക്കാത്തതിൽ സുരേഷ് ഗോപിയുടെ പ്രതിഷേധം. പ്രതിമ 14 ദിവസത്തിനകം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ശക്തന്റെ വെങ്കല പ്രതിമ താൻ പണിതു നൽകുമെന്ന് സ്ഥലം സന്ദർശിച്ച ശേഷം സുരേഷ് ഗോപി പറഞ്ഞു. കേരളത്തിൽ അടുത്ത 7 ദിവസം മഴയ്ക്ക് സാധ്യതയെന്ന മുന്നറിയിപ്പ്. വടക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന ന്യൂനമർദ്ദം വടക്ക് പടിഞ്ഞാറ് ബംഗാൾ ഉൾക്കടലിനും മധ്യ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി ശക്തി കൂടിയ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു. വടക്ക് ദിശയിൽ സഞ്ചരിക്കുന്ന ന്യൂനമർദ്ദം നാളെയോടെ വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ, പശ്ചിമ ബംഗാൾ, വടക്കൻ ഒഡീഷ തീരത്തിന് സമീപം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ട്. കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിൽ DNA പരിശോധന ഫലത്തിനായി കാത്തിരിക്കുകയാണ് CBI. ഫലം ലഭിക്കുന്നതോടെ അന്വേഷണം പൂർത്തിയാകും. ഒരാഴ്ചയ്ക്കുള്ളിൽ അന്തിമ റിപ്പോർട്ട് തയ്യാറാകും. കൊല്ലപ്പെട്ട ഡോക്ടറുടെ കുടുംബവും സമരം ചെയ്യുന്ന ഡോക്ടർമാരും സംഭവത്തിൽ CBI അന്വേഷണത്തിനായി വലിയ രീതിയിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. കഴിഞ്ഞ മാസത്തിലാണ് കേസിന്റെ അന്വേഷണം CBI ഏറ്റെടുത്തത്. CBI അന്വേഷണത്തിലും പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയിൽ തന്നെയാണ് അന്വേഷണം ഒതുങ്ങി നിൽക്കുന്നത്. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള സഖ്യസാധ്യത ചർച്ചകൾ പരാജയമെന്ന് വിവരം. നാളെ സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പട്ടിക പുറത്തിറക്കാനാണ് ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം. സംസ്ഥാനത്തെ 50 നിയമസഭാ സീറ്റുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഇന്തോനേഷ്യയിൽ സന്ദർശനം നടത്തുന്നതിനിടെ ഫ്രാൻസിസ് മാർപ്പാപ്പയെ വധിക്കാൻ പദ്ധതിയിട്ട സംഭവത്തിൽ 7 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മാർപ്പാപ്പ 3 ദിവസത്തെ ഇന്തോനേഷ്യ സന്ദർശനം പൂർത്തിയാക്കി ഇന്നലെ പാപ്പുവ ന്യൂഗിനിയിൽ എത്തിയിട്ടുണ്ട്. രഹസ്യ വിവരത്തെ തുടർന്ന് ജക്കാർത്തയ്ക്ക് സമീപമുള്ള ബൊഗോർ, ബെക്കാസി എന്നിവിടങ്ങളിൽ നിന്നാണ് 7 പേരെ കഴിഞ്ഞ ദിവസങ്ങളിലായി അറസ്റ്റ് ചെയ്തത്. സ്കോട്ട്ലൻഡിനെതിരായ 2ാം T20 മത്സരത്തിൽ ജോഷ് ഇംഗ്ലിൻസിന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് മികവിൽ ഓസ്ട്രേലിയയ്ക്ക് 70 റൺസ് ജയം. രാജ്യാന്തര T20യിൽ ഒരു ഓസീസ് താരത്തിന്റെ അതിവേഗ സെഞ്ചുറി മത്സരത്തിൽ താരം സ്വന്തമാക്കി.